ഒരു കാർ മോഷ്ടാവിനെ പാഠം പഠിപ്പിക്കാൻ കാറിന്റെ ഉടമ ഒരു ക്രൂരമായ പദ്ധതി ആസൂത്രണം ചെയ്തു. അവൻ മോഷ്ടാവിനെ പിടിച്ചു ഒരു ദിവസം മുഴുവൻ കാറിനുള്ളിൽ പൂട്ടിവെച്ചു. സമയം പതുക്കെ കടന്നുപോയി. ഒരു ദിവസം മുഴുവൻ അടച്ചിട്ട് കഴിഞ്ഞപ്പോൾ മോഷ്ടാവ് പൂർണ്ണമായി ക്ഷീണിച്ചു. അവൻ പുറത്തേക്ക് പോകാൻ ആഗ്രഹിച്ചു. എന്തെങ്കിലും വഴി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി കാറിനുള്ളിൽ ഒരു ഫോൺ റിംഗ് മുഴങ്ങിയത്. അവൻ അമ്പരന്നു. പക്ഷേ ധൈര്യം കാട്ടി ഫോൺ എടുത്തു. ഫോണിന്റെ മറുവശത്ത് സംസാരിച്ചത് ഈ ആഡംബരക്കാരന്റെ ഉടമ തന്നെയായിരുന്നു. ഉടമ ശാന്തമായി പറഞ്ഞു, ഈ കാർ സാധാരണ കാറല്ല, ഇത് ഞാൻ പ്രത്യേകമായി ഡിസൈൻ ചെയ്തതാണ്. കാറിന്റെ ഗ്ലാസും ബോഡിയും ബുള്ളറ്റ് പ്രൂഫാണ്. അതുപോലെ മുഴുവൻ കാറിനും ശക്തമായ ശബ്ദതടയൽ സംവിധാനമുണ്ട്. അതായത് കാറിനുള്ളിൽ നിന്ന് ആരെങ്കിലും എത്ര വിളിച്ചാലും പുറത്ത് ആരും കേൾക്കില്ല. അത് പറഞ്ഞ ശേഷം ഉടമ മറ്റൊരു ഭീകരകാര്യം കൂടി പറഞ്ഞു. കാറിനുള്ളിൽ ഒരു ഗ്യാസ് സിലിണ്ടർ ഒളിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ഇത് വളരെ അപകടകരമായ ഇടമാണ്. അത് പറഞ്ഞുടൻ അവൻ ഫോൺ വിച്ഛേദിച്ചു. ഇതൊക്കെ കേട്ട മോഷ്ടാവ് കോപത്തോടെ ശപിച്ചു. പക്ഷേ അടുത്ത നിമിഷം കാറിനുള്ളിൽ എയർ കണ്ടീഷണർ പ്രവർത്തിക്കാൻ തുടങ്ങി. തണുത്ത കാറ്റ് അവന്റെ ശരീരത്തിൽ തട്ടിയപ്പോൾ അവന് ചെറിയ ആശ്വാസം തോന്നി. അവൻ കരുതി കാറിന്റെ ഉടമയ്ക്ക് കരുണ തോന്നിയതാകും. പക്ഷേ അവൻ അറിയില്ലായിരുന്നു ഇത് വെറും പുതിയ പീഡനത്തിന്റെ തുടക്കമാണ്. സമയം കടന്നു പോകുമ്പോൾ AC കൂടുതൽ ശക്തിയായി പ്രവർത്തിച്ചു. കാറിനുള്ളിലെ താപനില പതുക്കെ കുറയാൻ തുടങ്ങി. ആദ്യത്തിൽ ചൂടായിരുന്ന കാർ ഇപ്പോൾ വളരെ തണുത്തതായി. അവൻ AC ഓഫ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ കാറിലെ എല്ലാ ബട്ടണുകളും പ്രവർത്തനരഹിതമായിരുന്നു. ഒന്നും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഡിസ്പ്ലേയിലെ താപനില ഇനിയും താഴ്ന്നുകൊണ്ടിരുന്നു. കടുത്ത തണുപ്പ് അവനെ മുഴുവനായി ചുറ്റിപ്പറ്റി. അല്പസമയത്തിനകം അവൻ വിറയ്ക്കാൻ തുടങ്ങി. അവൻ തന്റെ വസ്ത്രങ്ങൾ കൂടുതൽ ധരിച്ചു. കാറിനുള്ളിലെ പായകളും മറ്റും ഉപയോഗിച്ച് AC വാതിലുകൾ അടയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒന്നും ഫലിച്ചില്ല. അവൻ പിന്നിലെ സീറ്റിൽ ചുരുണ്ടുകിടന്നു. മുഖം നീല നിറത്തിലേക്ക് മാറാൻ തുടങ്ങി. അവൻ ബോധം നഷ്ടപ്പെടാൻ പോകുകയായിരുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായി AC പ്രവർത്തനം നിർത്തി. അതിന് പിന്നാലെ ഫോൺ വീണ്ടും മുഴങ്ങി. അവൻ ബുദ്ധിമുട്ടോടെ ഫോൺ എടുത്തു. ഇപ്പോൾ അവൻ പൂർണ്ണമായി തകർന്നിരുന്നു. അവൻ ഉടമയോട് അപേക്ഷിച്ചു, ദയവായി എന്നെ വിട്ടേക്കും. ഞാൻ പുറത്തുപോയി ഉടൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങും. പക്ഷേ ഉടമയ്ക്ക് കരുണയൊന്നുമില്ലായിരുന്നു. അവൻ വീണ്ടും ഭീഷണിപ്പെടുത്തി ഫോൺ വിച്ഛേദിച്ചു. മോഷ്ടാവ് പൂർണ്ണ നിരാശയിൽ മുങ്ങി. അല്പസമയം കഴിഞ്ഞ് പുറത്തൊരു പോലീസുകാരന്റെ ശബ്ദം കേട്ടു. ഒരു പോലീസുകാർ ഈ കാറിന്റെ മുന്നിൽ നിർത്തി. മോഷ്ടാവിന്റെ കണ്ണുകളിൽ വീണ്ടും പ്രതീക്ഷ തെളിഞ്ഞു. അവൻ കാറിനുള്ളിൽ നിന്ന് വിളിച്ചു, കണ്ണാടി അടിച്ചു. പക്ഷേ പുറത്ത് ആരും ഒന്നും കേട്ടില്ല. കാറിന്റെ ശബ്ദതടയൽ സംവിധാനം അത്ര ശക്തമായിരുന്നു. അവസാനം പോലീസുകാരന് ഒരു പിഴ നോട്ടീസ് നൽകി അവിടെ നിന്ന് പോയി. അവന്റെ പ്രതീക്ഷയും അവിടെ തന്നെ അവസാനിച്ചു. അതിനിടെ പുറത്ത് വലിയ മഴ തുടങ്ങി. വെള്ളം കുടിക്കാതെ നീണ്ട സമയം കഴിഞ്ഞതിനാൽ ഇത് അവന് വലിയ പീഡനമായി. കണ്ണാടി വഴി മഴവെള്ളം ഒഴുകുന്നത് അവൻ നോക്കി നിന്നു. പക്ഷേ കുടിക്കാൻ കഴിഞ്ഞില്ല. അവൻ പൂർണ്ണ നിരാശയിലായിരിക്കുമ്പോൾ കാറിന്റെ ഉടമ വീണ്ടും ഫോൺ ചെയ്തു. അവന്റെ പേര്, ID നമ്പർ എല്ലാം ചോദിച്ചു. അവൻ എല്ലാം പറഞ്ഞു. അതിനുശേഷം ഉടമ പറഞ്ഞു, പിന്നിലെ ഭാഗത്ത് വെള്ളം നോക്കി. അവൻ പിന്നിലെ പ്ലാസ്റ്റിക് പാളി തുറന്നു. അവിടെ ഒരു ചെറിയ പൈപ്പ് കണ്ടു. അതിനുള്ളിൽ വിചിത്ര നിറമുള്ള വെള്ളമുണ്ടായിരുന്നു. വെറുപ്പ് തോന്നിയെങ്കിലും അവൻ അത് കുടിച്ചു. കുറച്ചു നേരത്തേക്ക് ദാഹം മാറി. പക്ഷേ അവൻ ഇപ്പോഴും കുടുങ്ങിയിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. 3 ദിവസം 3 രാത്രി. വിശന്നപ്പോൾ കാറിനുള്ളിലെ പേപ്പറുകൾ പോലും അവൻ തിന്നു. ജീവിക്കാൻ വേണ്ടിയായിരുന്നു. കാലക്രമേണ അവൻ വളരെ ദുർബലനായി. കാലിലെ മുറിവ് അണുബാധയായി. അവൻ മനസ്സിലാക്കി ഇവിടെ നിന്നുടൻ രക്ഷപ്പെടാത്ത പക്ഷം മരണം ഉറപ്പാണ്. അവൻ ഇരുമ്പ് ദണ്ടെടുത്ത് വാതിൽ തകർക്കാൻ ശ്രമിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. അവസാനം അവൻ വീണ്ടും ഉടമയെ വിളിച്ചു. പക്ഷേ ഇത്തവണ ഉടമ കാറിന്റെ ഹീറ്റർ ഓണാക്കി. കടുത്ത ചൂട് കാറിനുള്ളിലേക്ക് നിറഞ്ഞു. താപനില വേഗത്തിൽ ഉയർന്നു. വേദനയും ചൂടും കാരണം അവൻ സീറ്റിൽ വീണു. ബോധം പതുക്കെ മങ്ങി. കുറച്ചുനേരം കഴിഞ്ഞ് അവൻ വീണ്ടും കണ്ണു തുറന്നു. അപ്പോഴവൻ കണ്ടത് ഒരു ഞെട്ടിക്കുന്ന കാഴ്ച. കാറിന്റെ ഉടമ അവന്റെ